ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് സ്നാക്കായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, അതേപോലെ ഡിന്നറിന്, അങ്ങനെയൊക്കെ കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3-4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ പീസാക്കിയിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് റവ ഉണ്ടെങ്കിൽ റവ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ബ്രെഡെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ മൈദപ്പൊടിയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റവ വേണമെന്നുണ്ടെങ്കിൽ റവ ചേർത്ത് കൊടുക്കുക കേട്ടോ. റവ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് അരച്ചെടുക്കാനുള്ള പാകത്തിനുള്ളൊരു വെള്ളമാണ് കേട്ടോ. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കുറച്ച് സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പച്ചമുളക് ചെറിയതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളകൊക്കെ നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞാൽ നമുക്ക് അത്ര വലിയ കടിക്കണ പ്രശ്നം വരില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ബാറ്റർ നമ്മൾ ആദ്യം അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നൊന്ന് ലൂസാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് നല്ലതാണ്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണിലും കുറവാണ് കേട്ടോ, ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിയിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ബ്രഷ് എടുത്തിട്ടൊന്ന് ബ്രഷ് കൊണ്ട് നമ്മൾ എണ്ണ എല്ലാ ഭാഗത്തേക്ക് ആക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കണ്ട, അതിൻ്റെ ഒരു പകുതിയൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്കിത് ഒരു 2 ആക്കിയിട്ട് ചുട്ടെടുക്കാനുള്ള ബാറ്റർ ഉണ്ട്. ഇനി ചെറിയ ചട്ടിയാണ് നിങ്ങളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ടൈമൊന്നും വേണ്ട, കുറച്ച് ടൈം മതി കേട്ടോ. അപ്പോഴേക്ക് ഇതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ മുകളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതുപോലെ 2 എണ്ണമാണ് ആ ഒരു ബാറ്ററി വെച്ചിട്ട് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതാ 2 അപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ടൊമാറ്റോ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല കട്ടൻ ചായൻ്റെ കൂടെ അതേപോലെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഇന്ന് നോമ്പൊക്കെ കഴിഞ്ഞാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മളിതുപോലത്തെ നല്ല ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മളെ വീഡിയോ കൂടുതൽ ആളുകളെടുത്തേക്ക് എത്തുക. അപ്പോൾ നിങ്ങൾ ആ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാനിത് രണ്ടും കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കുട്ടികളെ ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും. ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ടൊമാറ്റോ സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കുട്ടികളെ ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.